നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സൗദിയിൽ കനത്ത തോതിലുള്ള മിസൈൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇറാൻ. ഇതിപ്പോൾ അമേരിക്കയും ഇസ്രയേലും കടന്ന് GCC രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്ന തലത്തിലേക്ക് ഇറാൻ മുന്നോട്ട് പോവുകയാണ്. ഈ പോക്കൊട്ടും തന്നെ നല്ലതല്ല ഇറാന്റെ ഭാവിക്ക് എന്നുള്ളത് മാത്രമാണ് പറയേണ്ടത്. പ്രത്യേകിച്ചും ലേബർ ക്യാമ്പ് തകർന്ന് ഇന്ത്യക്കാരനുൾപ്പെടെ 2 പേർ മരണപ്പെട്ടൊരു സാഹചര്യം ഉണ്ടാകുന്നു. 10-ലധികം ആളുകൾക്ക് പരിക്ക് സംഭവിക്കുന്നു. പ്രവാസികളേറെ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ള നിർദ്ദേശം ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും ഉറക്കെ മുഴങ്ങിക്കേൾക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പകൽ വെളിച്ചത്തിൽ പോലും ഇരുട്ടിൽ മുങ്ങുന്ന അവസ്ഥയാണ് ടെഹ്റാൻ വിളിച്ചു വരുത്തിയത്. നഗരത്തിലൊക്കെ ശ്വാസം മുട്ടിയിരിക്കുന്നു സാധാരണ ജനങ്ങൾ. ടെഹ്റാനിൽ എണ്ണമഴ പെയ്തിറങ്ങുന്ന സാഹചര്യം. ആ വിഷപ്പുക ശ്വസിച്ചുകൊണ്ട്, ആ വിഷച്ചാരം ശ്വസിച്ചുകൊണ്ട് മരണത്തിൻ്റെ വക്കിലേക്ക് ഇനിയുള്ള തലമുറയെ തള്ളിവിടുമോ എന്നുള്ള സംശയമാണ് ഉയർന്നു കേൾക്കുന്നത്. ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകളൊക്കെ തന്നെ ഇസ്രയേൽ ചുട്ടു ചാമ്പലാക്കുന്ന സാഹചര്യത്തിൽ തൊട്ടാൽ പൊള്ളുന്ന ആസിഡാണ് കാറ്റിലൂടെ പറന്നു നടക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളടക്കം വലിയൊരു വിപത്ത് തന്നെ, ഒരു ബയോവാർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ഞായറാഴ്ച രാവിലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാകട്ടെ കനത്ത പുകയും വിഷവാതകവും നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് അവിടുത്തെ ജനത ഉറക്കമെഴുന്നേറ്റത് പോലും. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാല തന്നെ തകർന്നു. ഇതിനു പിന്നാലെയാണ് ടെഹ്റാനിലേക്ക് വലിയൊരു വിപത്ത് പോലെ ഒരു ദുരന്തമായി ഇത് കടന്നു വന്നത്. സൂര്യൻ ഉദിച്ചാൽ പോലും നഗരത്തെ കാണാൻ കഴിയാത്ത രീതിയിലേക്ക് ആകാശം ഇരുണ്ടുകൂടി ഇരുട്ടിലായിരിക്കുന്നു. അന്തരീക്ഷത്തിലൊക്കെ തന്നെ എണ്ണ കത്തിയ മണം തിങ്ങി നിൽക്കുന്നെന്നാണ് നാട്ടുകാരുടെ പരാതി. ശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ എണ്ണ കലർന്ന മഴത്തുള്ളികളാണ് നഗരത്തിലേക്ക് പെയ്തിറങ്ങുന്നത്. ആസിഡ് റെയിൻ എന്നടക്കമൊക്കെ നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ വാർത്തകളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാലിപ്പോൾ ടെഹ്റാനിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് അതിലും രൂക്ഷമായ അപകട സാഹചര്യത്തിലൂടെ തന്നെയാണ്. ജനങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റാരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊഴിവാക്കാൻ ഒരു കാരണവശാലും വീട് വിട്ട് പുറത്തിറങ്ങരുത് എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ഇറാനിലെ പരിസ്ഥിതി അധികൃതർ നൽകിയിരിക്കുന്നത്. കർശന നിർദ്ദേശം തന്നെ. എണ്ണ സംഭരണശാലകളിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന്, ആ തീപിടുത്തത്തെ തുടർന്ന് വൻതോതിൽ വിഷാംശമുള്ള ഹൈഡ്രോ കാർബൺ സംയുക്തങ്ങളും സൾഫർ, നൈട്രജൻ ഓക്സൈഡുകളും ഒക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിൽ കലർന്നിരിക്കുന്നുവെന്നാണ് ഇറാനിയൻ റെഡ് ക്രസന്റ് പറയുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മഴ പെയ്യുന്ന അതീവ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ഇത് ആസിഡ് മഴയ്ക്ക് തുല്യമായി തന്നെ പെയ്തിറങ്ങുന്ന ഒരു വിപത്തായി തന്നെയാണ് റെഡ് ക്രസന്റ് പറയുന്നത്. ഈ മഴ ദേഹത്ത് വീണാൽ തൊലി അടക്കം പൊള്ളിക്കരിഞ്ഞു പോകാനുള്ള സാധ്യത, ശ്വസിച്ചാലാകട്ടെ ശ്വാസകോശത്തിന് ഗുരുതരമായ തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ തന്നെയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇനി മുന്നിൽ നിൽക്കുന്നത്. ടെഹ്റാനിലെയും അൽബോർസിലെയും 4 പ്രധാന എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലും ഒരു എണ്ണ ഉൽപാദന വിതരണ കേന്ദ്രത്തിലുമൊക്കെ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നാണ് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ 4 ടാങ്കർ ഡ്രൈവർമാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ട് പിന്നാലെ പുറത്തു വന്നു. തലസ്ഥാന നഗരത്തിലടക്കം ടെഹ്റാനിലും സമീപ മേഖലയിലുമൊക്കെ ഏകദേശം 5 എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത്. 4 പേരാണ് അതിൽ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. യുദ്ധത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു സിവിലിയൻ മേഖലയിലേക്ക്, വ്യാവസായിക കേന്ദ്രത്തിലേക്ക് ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം ഘടിപ്പിക്കുന്നത്. നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആദ്യം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും സൈനിക താവളങ്ങളുമൊക്കെ ആയിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യമെങ്കിൽ തൊട്ടടുത്തതായി അവരുടെ ആണവ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ നോട്ടമിടും. അതോടൊപ്പം എണ്ണ ശുദ്ധീകരണശാലയെ നോട്ടമിടും എന്നുള്ള കൃത്യമായ സൂചന നൽകിയിരുന്നു. നദാൻസിന് പിന്നാലെയാണ് എണ്ണ വ്യവസായ മേഖലയിലേക്കൊക്കെ തന്നെ കടന്നുകയറാൻ ഇസ്രയേൽ മടിക്കാത്തത്. ഞായറാഴ്ച രാവിലെ ഒരു സൂര്യപ്രകാശം പോലും കടന്നു വരാത്ത രീതിയിൽ അന്തരീക്ഷം മൂടിക്കെട്ടിയ വിധത്തിൽ ടെഹ്റാൻ നിവാസികളൊക്കെ തന്നെ പകച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. പകൽ വെളിച്ചത്തിൽ പോലും ലൈറ്റിടാതെ തൊട്ടടുത്ത് നിൽക്കുന്നയാളെ പോലും കാണാൻ കഴിയാത്ത സാഹചര്യം. രാവിലെ 10:30 കഴിഞ്ഞിട്ട് പോലും നഗരത്തിലെ പ്രധാന പാതയിലൂടെ സ്ട്രീറ്റ് ലൈറ്റ് അകമ്പടിയോടുകൂടി അല്ലാതെ, വാഹനങ്ങൾ ഹെഡ്ലൈറ്റ് തെളിച്ചല്ലാതെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ. നഗരവീഥികളിലൊക്കെ പ്രത്യേക കോട്ടുകളും മാസ്കുകളും ധരിച്ച സുരക്ഷാ സേനയാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. നഗരവീഥികളിലൊക്കെ തന്നെ പ്രത്യേക കോട്ടും മാസ്കും ധരിച്ച സുരക്ഷാ സേനയാണ് ഗതാഗതം നിയന്ത്രിക്കാനായി എത്തിയിട്ടുള്ളത്. തികച്ചും അസാധാരണമായൊരു കാഴ്ചയാണ് ഇപ്പോൾ ടെഹ്റാനിലുള്ളത്. ടെഹ്റാന് സമീപത്ത് തങ്ങൾ തകർത്ത എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ഇറാന്റെ സൈനിക ആവശ്യങ്ങൾക്കുള്ളിലാണെന്നുള്ള ആരോപണം തന്നെയാണ് IDF മുന്നോട്ട് വയ്ക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ എണ്ണ ശുദ്ധീകരണശാലയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പക്ഷേ അതിനുള്ളിൽ
ഇറാന്റെ ഭീകര ഭരണകൂടം അവരുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഈ ഇന്ധന ടാങ്കുകളെ നേരിട്ടും അല്ലാതെയുമൊക്കെ അവർ പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൈനിക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലേക്ക് ഇന്ധനം എത്തിക്കുന്നത് ഈ സംഭരണശാലകൾ വഴിയാണെന്നാണ് IDFന്റെ പ്രസ്താവനയിൽ പറയുന്നത്. അതേസമയം പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ വേണ്ടി തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും ഈ ആക്രമണം നടത്തുന്നതെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ മുന്നറിയിപ്പ്. മധ്യേഷ്യയിലെ ഈ യുദ്ധം തുടരുന്നിടത്തോളം കാലം എണ്ണ വില കുതിച്ചുയരും. ക്രൂഡ് ഓയിൽ ബാരലിന് $100 മുകളിലേക്ക് കടക്കാനായി പോകും. അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ തോതിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതേ രീതിയിൽ യുദ്ധം തുടർന്നാൽ എണ്ണ വിൽക്കാനോ അത് ഉൽപ്പാദിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ടാകും. എണ്ണ ദൗർലഭ്യമുണ്ടാകുമെന്നാണ് ആഗോളതലത്തിൽ ഉണ്ടാകുമെന്നാണ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബഫ് പറയുന്നത്. നെതന്യാഹുവിൻ്റെ ആ ഒരു ഭ്രമം കാരണം, യുദ്ധത്തോടുള്ള ഭ്രമം കാരണം അമേരിക്കയെ മാത്രമല്ല മധ്യേഷ്യയെ പോലും, ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളെ പോലും അത് സാരമായി ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ടെഹ്റാനിലെ ഇന്ധന വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നുവെന്നാണ് ഗവർണർ മുഹമ്മദ് സാദേഖ് മുഹമ്മദിയാൻ ഞായറാഴ്ച രാവിലെ അറിയിച്ചിരിക്കുന്നത്. പ്രശ്നം എന്തായിരുന്നാലും പരിഹരിക്കേണ്ടതുണ്ട്, അത് പരിഹരിച്ചു വരുന്നു. നിലവിൽ ടെഹ്റാനിലെ ഓരോ വാഹനത്തിനും 20 ലിറ്റർ ഇന്ധനം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഞായറാഴ്ച രാവിലെ പെട്രോൾ പമ്പുകളിലൊക്കെ തന്നെ വൻ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പല പമ്പുകളിലും 40ഓളം വാഹനങ്ങൾ ഇന്ധനമടിക്കാനായി കാത്തുകെട്ടിക്കിടക്കുന്ന സാഹചര്യം. യുദ്ധം ഗൾഫ് മേഖലയിലേക്കും ഇത് പടർന്നുകൊണ്ടേയിരിക്കുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കറുകൾക്ക് നേരെയും ബഹ്റിനിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയും ഒക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ കടുപ്പിച്ചിരുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായും ആർക്കും കാര്യമായ പരിക്കില്ലെന്നുമൊക്കെ കുവൈറ്റ് വാർത്താ ഏജൻസി പറയുന്നുണ്ട്. സുപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് കുവൈറ്റ് സൈന്യം പറയുന്നത്. ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയമാകട്ടെ ബഹ്റിനിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന, അവർക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള വിവേചനരഹിതമായ ആക്രമണമാണ്. ഇതിൽ നിന്നും ഇറാൻ പിന്തിരിയണമെന്ന ആവശ്യമാണ് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തങ്ങളുടെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിനുള്ള മറുപടി എന്നോണം ബഹ്റിനിലെ അമേരിക്കൻ ജുഫൈർ താവളത്തിൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നത്. പക്ഷേ ജലശുദ്ധീകരണ പ്ലാന്റിലുണ്ടായ ആക്രമണം അവിടുത്തെ ജലവിതരണത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വലിയ വിപത്തായി മാറും. പക്ഷേ അത് നിലവിൽ ബാധിച്ചിട്ടില്ല എന്നാണ് ബഹ്റിൻ നാഷണൽ കമ്മ്യൂണിക്കേഷൻ ഓഫീസ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയിലെ അൽ ഖർജിൽ ജനവാസ മേഖലയിൽ മിസൈൽ ആക്രമണമുണ്ടായി 2 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി, 12 പേർക്ക് പരിക്കും സംഭവിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് അൽ ഖർജ് നഗരത്തിലെ ഒരു മെയിൻ്റനൻസ് ആൻഡ് ക്ലീനിംഗ് കമ്പനിയുടെ താമസ സ്ഥലത്തേക്ക് ഈ മിസൈൽ വന്ന് പതിച്ചതെന്നാണ് സൗദി സിവിൽ ഡിഫൻസ് അറിയിച്ചിരിക്കുന്നത്. മരിച്ചതിൽ ഒരാൾ ഇന്ത്യക്കാരനും മറ്റൊരാൾ ബംഗ്ലാദേശ് പൗരനുമാണ്. പരിക്കേറ്റ 12 പേരും ബംഗ്ലാദേശി സ്വദേശികളാണെന്നും അധികൃതർ തന്നെ പറയുന്നു. സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടിയും സ്വീകരിച്ചു. ഈ ആക്രമണത്തിൽ കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിച്ചു. മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം പുറത്തു വിട്ടിട്ടില്ല. എന്നിരുന്നാലും ജാഗ്രത പാലിക്കുക എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പ്. ഇതോടൊപ്പം ഇന്ത്യൻ പൗരന്മാർക്കുള്ള ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യയിലുള്ള ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി പറയുന്നത്. പ്രാദേശിക അധികൃതരും എംബസിയും നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നാലും അവയൊക്കെ തന്നെ കർശനമായി പാലിക്കണമെന്നാണ് എംബസി വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത്. ജാഗ്രത തുടരുക, ഭയപ്പെടേണ്ടതായി നിലവിൽ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുകൂടിയാണ് പറയുന്നത്. റിയാദ്, ജിദ്ദ, ദമാം എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് വിമാന സർവീസുകൾ ഇപ്പോൾ തടസ്സമില്ലാതെ തന്നെ തുടരുന്നുണ്ട്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായും നാട്ടിലേക്ക് തിരികെ എത്താം. സീറ്റുകളുടെ ലഭ്യത പരിശോധിച്ച് ആ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുക പരമാവധി എന്നാണ് നിലവിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.